ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി കൊണ്ട് ഒരു ചപ്പാത്തി വെറൈറ്റി ആയിട്ടുണ്ട്. അത് നല്ല ഹൈ പ്രോട്ടീൻ, അയൺ, ഫൈബർ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, ഈ ചപ്പാത്തി എങ്ങനെയുണ്ട് എന്ന്. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്തിൽ വെച്ച് അതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിക്കുക. അത് തിളയ്ക്കാൻ അനുവദിക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞ ശേഷം തിളയ്ക്കാൻ അനുവദിക്കുക. പിന്നെ 1 കപ്പ് റാഗി മാവ് അതിലേക്കിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക. ചൂടോടുകൂടി തന്നെ കുഴയ്ക്കണം. ഞാൻ സ്റ്റൗവിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല. നല്ലോണം കുഴച്ചെടുക്കണം. ചൂടുണ്ട്, നല്ലോണം കുഴച്ചെടുക്കണം. സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഒരു വിധം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു മൂടി വയ്ക്കുക. ഒരു 5 നിമിഷം കഴിഞ്ഞ് അത് തുറന്ന് നോക്കിയിട്ട് അത് നന്നായി ഇളക്കണം. ഞാനൊരു തണുത്ത വെള്ളം, പ്ലെയിൻ വാട്ടറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ കൈ മുക്കിയിട്ട് നല്ലോണം, കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുകയാണ് ആ ചൂടോടുകൂടി തന്നെ. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെയാണ് ഞാൻ കുഴച്ചിരിക്കുന്നത്. നന്നായി കുഴയ്ക്കണം. കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും നന്നായി കുഴയ്ക്കുകയാണ്. മാവ് നന്നായി സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കുഴയ്ക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് മാവ് പൊട്ടിപ്പോവും, പരത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് കുഴയ്ക്കാനായിട്ട് ഞാൻ പറയുന്നത്. വീണ്ടും നന്നായിട്ട് കുഴയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആ ചപ്പാത്തീനെ നന്നായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. 1 കപ്പ് മാവിൽ എനിക്കൊരു 10 ചപ്പാത്തി കിട്ടി. ചെറിയ സൈസ് ചപ്പാത്തി. നന്നായി അത് ഉരുട്ടിയെടുക്കണം. എല്ലാം നന്നായി ഉരുട്ടിയെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് റാഗി മാവ് കൊണ്ട് തന്നെയാണ് ഞാൻ പരത്തുന്നത്. ഇത് ഗ്ലൂട്ടൺ ഇല്ലാത്തത് കൊണ്ട്, മറ്റേ ഗോതമ്പ് മാവിലൊക്കെ ഗ്ലൂട്ടൺ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളത് നന്നായി കുഴച്ചെടുക്കുന്നത് കൊണ്ട് നന്നായി പരത്താൻ സാധിക്കും. കുറച്ച് സമാധാനത്തോടുകൂടി അത് പരത്തുക. അധികം നമ്മൾ നീട്ടി പരത്താൻ പാടില്ല. കുറച്ച് സൂക്ഷിച്ച് പരത്തുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകരുത്. ഇപ്പം തന്നെ നമുക്ക് അരിയൊക്കെ കണ്ടില്ല, പൊട്ടിയാണ് ഇരിക്കുന്നത്. ഞാനൊരു അതിൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ച് അത് നല്ലോണം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു കാണാനൊരു ഭംഗിയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. നന്നായി പരത്തിയെടുക്കുക. പതുക്കെ പരത്തിയെടുത്താൽ മതി. നന്നായി ഒട്ടിപ്പിടിക്കും. മാവ് തൂവിയിട്ട് നന്നായി പരത്തുക. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് ഈ ചപ്പാത്തി. നല്ല റിച്ച് പ്രോട്ടീനുമാണ്. നല്ല ബ്ലഡ് വയ്ക്കും നമ്മുടെ റാഗി കൊണ്ടുള്ള ഫുഡ് കഴിച്ചാൽ. ഷുഗർ ഫ്രീ ആണിത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അത് നമ്മൾ ചപ്പാത്തി നല്ലോണം ചുട്ടെടുക്കാൻ പോവുകയാണ്. നല്ലോണം ചൂട് കയറിയിട്ട് ചപ്പാത്തി അതിലേക്ക് വെച്ച് അത് നന്നായി ചൂടായിട്ട് വേണം തിരിച്ചിടാനായിട്ട്, അല്ലെങ്കിൽ ആ ചപ്പാത്തി പൊട്ടിപ്പോകും. അത്രയ്ക്ക് സോഫ്റ്റാണത്. അതുകൊണ്ട് പതുക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ നെയ്യാണ് ഇടുന്നത്. നെയ്യ് ഇട്ടാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക നമ്മൾക്ക്. ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പരത്തിയെടുക്കുകയാണ്. നന്നായിട്ട് ആ നെയ്യിൻ്റെ സ്പൂൺ കൊണ്ട് തന്നെ നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്.
സൂക്ഷിച്ച് തിരിച്ച് എടുക്കണം. വേഗാതെ തിരിക്കരുത്, മാവ് പൊട്ടിപ്പോകും. നല്ലോണം വെന്ത് കഴിഞ്ഞ ശേഷം തിരിക്കുക. ഫ്ലെയിം വന്നിട്ട് കുറച്ച് ഹൈ ഫ്ലെയിം, മീഡിയം ഫ്ലെയിം, ഹൈ ഫ്ലെയിം, മീഡിയം ഫ്ലെയിം അങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ചുട്ടെടുക്കുക. തീരെ സ്ലോ ആയിട്ട് വെക്കരുത്, നമ്മൾക്കത് വെന്ത് കിട്ടണം. നല്ല പൊങ്ങി വരും. അങ്ങനെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തു. ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ ടൊമാറ്റോ എഗ് കറി വെച്ച് സെർവ് ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.